അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് നെസ്റ്റോയിൽ പോയിട്ട് വന്നാലോ? ഒരാഴ്ചത്തിനുള്ള അടുക്കള സാധനങ്ങൾ പറക്കാനാണ് കേട്ടോ ഈ പോക്ക്. പിള്ളേർക്ക് അവധിയായതുകൊണ്ട് അവരും കൂടെ കൂടിയെന്ന് മാത്രം. അപ്പം പിന്നെ അവരെ വീട്ടിൽ ഇരുത്തേണ്ട, അവരെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. റോഡിന് മുന്നില്ല, ഫ്ലാറ്റിന് മുന്നിലുള്ള റോഡാണ് കേട്ടോ. ഹരീശ്വരേശ്വരൻ്റെ പറഞ്ഞ പോലെയാണ് ഓരോന്ന് വായിന്ന് വരുന്നത്. അപ്പോൾ അവിടെയാണ് പിള്ളേർ കളിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് എങ്ങനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങളങ്ങനെ നെസ്റ്റോയ്ക്ക് പോകാൻ ഇതാണ് റൗണ്ട് ബോട്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവിംഗ് ഒക്കെ ഇവിടെ നാട്ടിലെ സിസ്റ്റത്തിനെക്കാട്ടി ഇവിടെ ഇച്ചിരി കൂടെ വ്യത്യാസമാണ്. എന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ കുഴക്കിയത് ഈ റൗണ്ട് ബോട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അന്നും ഇന്നും റൗണ്ട് ബോട്ട് എടുക്കാൻ. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഓക്കെ ആയിട്ട് വരുന്നു കേട്ടോ. ഡ്രൈവിംഗ് ടെസ്റ്റിന് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം ഈ റൗണ്ട് ബോട്ടായിരുന്നു കേട്ടോ. അന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും ഇന്ന് പഠിച്ചെടുത്ത് വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ ഒരു സമാധാനം, സന്തോഷം ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഫില്ലിങ്ങിനാണ് പോകുന്നതെങ്കിലും ഈ പിള്ളേരെയൊക്കെ കൂട്ടി നെസ്റ്റോയിലൊക്കെ ഒന്ന് പോകുമ്പോൾ ആ വഴിയൊക്കെ കറങ്ങി വണ്ടിയിലിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ ഇട്ട് ഒന്ന് പോയിട്ട് വരുമ്പം ഒരു റിലാക്സേഷൻ തെറാപ്പിയും കൂടാണ് കേട്ടോ. അപ്പം നെസ്റ്റോ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സലാലയിലെ നെസ്റ്റോ. അപ്പോൾ ഇച്ചിരി തിരക്ക് കൂടുതലാണ്. മാസത്തിലെ ആദ്യം സാലറി വരുമ്പോൾ ലുലു പോകും കേട്ടോ. ലുലു പോയിട്ട് പിന്നെ ഇടയ്ക്കുള്ള പച്ചക്കറിയൊക്കെ എടുക്കാൻ വേണ്ടി നെസ്റ്റോയിലോട്ടാണ് വരുന്നത്. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുന്നു. വെജിറ്റബിൾസ് ഒക്കെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മേലോട്ട് പോവുകയാണ് കേട്ടോ. അപ്സ്റ്റെയറിൽ ഒരു ബാഗിൻ്റെയും ഒരു ടിഫിൻ ബോക്സിൻ്റെ ഓഫർ കണ്ടു. അപ്പോൾ സ്കൂളൊക്കെ പിള്ളേർക്ക് തുറക്കാറായി. അപ്പോൾ ടിഫിൻ ബോക്സിൻ്റെ ഓഫർ കണ്ടിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഒരു ചെരുപ്പല്ല, നമ്മുടെ ചെരുപ്പിൻ്റെ അടിയിലിടുന്ന ഒരു സിലിക്കോൺ പോലത്തെ സിലിക്കോൺ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ പടത്തിൽ കാണിച്ച പോലെ മഴയത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്ക് ഷൂവിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുത്താൽ ഷൂ അഴുക്കാകാതിരിക്കാനുള്ള മെത്തേഡാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ സൈസും ഉണ്ട് കേട്ടോ. പിള്ളേരുടെ സൈസ് തൊട്ട് ലാർജ് എക്സൽ വരെ ഞങ്ങൾ കണ്ടു. കളേഴ്സ് ഒരു ബ്ലാക്ക്, സ്കൈ ബ്ലൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ ടിഫിൻ ബോക്സ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ആക്ച്വലി ചെറിയ ടിഫിൻ ബോക്സ് ആണ് വേണ്ടത്. ഇവിടെ കാണുന്നതൊക്കെ വലുതായിരുന്നു കേട്ടോ. ഈ പിള്ളേർക്ക് ഇത് വെച്ചിട്ട് പോകുമ്പോൾ ബാഗിൽ വെച്ചിട്ട് പോകാൻ തീരെ സ്പേസ് കുറവാണ്. പിന്നെ അവർക്ക് കഴിയൊക്കെ എടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഹാൻഡി ആയിട്ടുള്ള ചെറിയ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ റോളോ ചപ്പാത്തി റോളൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെറുത് മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു തൈര് ഉടയ്ക്കുന്നതല്ല, നമുക്ക് എന്ത് വേണേലും ഉടച്ചെടുക്കാവുന്ന ഒരു വിസ്ക്കാണ് കേട്ടോ. ഇത് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേറൊരിടത്തു നിന്നാണ് വാങ്ങിച്ചത്. അതിനന്നേരം 600 പൈസയായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ അതിന് 1,500 കേട്ടോ. ചിലപ്പോൾ മെറ്റീരിയലിൻ്റെ ഒരു വ്യത്യാസം കാണും. പക്ഷേ ഇത് അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പം ഞങ്ങൾ പറയായിരുന്നു അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇത് വീട്ടിലോട്ട് 2 വീട്ടിലോട്ടും ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന്. അമ്മമാർക്കൊക്കെ തൈരൊക്കെ ഉടച്ചെടുക്കാനോ അല്ലെങ്കിൽ മിക്സിയൊക്കെ എടുത്ത് ഇത് ഉടച്ചെടുക്കുന്ന ഇച്ചിരി പാടുള്ള കാര്യമില്ല. പിന്നെ മിക്സി കഴുകാൻ പോകണം, അതാണ് പ്രശ്നം. അപ്പം അതിലും നല്ലതാണ് കേട്ടോ ഇത്. തൈര് ഉടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്യാനോ ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്. അതുപോലെയാണ് ഈ ക്ലോറോക്സ് എന്ന് പറയുന്നത്. ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വെള്ള യൂണിഫോമിലൊക്കെ വെള്ള ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഈ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ കറയും പാടുമൊക്കെ പോകും. പക്ഷേ ഒരിക്കലും കളർ ഡ്രസ്സിൽ ഇത് പരീക്ഷിക്കരുത് കേട്ടോ. ഇത് അഴുക്കാണ്. അപ്പോഴാണ് കേട്ടോ എൻ്റെ മോടെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടത്. അപ്പോൾ അവൾ അവിടെ നിർത്തി എൻ്റെ വീഡിയോ എടുക്കുമോ ഫോട്ടോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ലിച്ചിയാണ് കേട്ടോ. ഞാനിത് കഴിച്ചിട്ടില്ല. ഞാനിതിൻ്റെ ജ്യൂസ്, നമ്മുടെ പാക്കറ്റ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. അറൗണ്ട് 1 റിയാലിനടുത്തേ ഉള്ളായിരുന്നു കേട്ടോ. 1 റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം 250 രൂപ ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷാണ് കേട്ടോ. പക്ഷേ ഇതിന് വലിയ ഓഫറൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി അന്യായ പൈസയുണ്ട് അതവിടെ വെച്ചിട്ട് പോകുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഓഫർ ഇടും, അപ്പം നമുക്ക് എടുക്കാം. അപ്പോൾ അത് കരുതി അതവിടെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ തൊട്ടൊക്കെ നോക്കി ഇത്തിരി പഴുത്താണെന്നൊക്കെ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. വാടിയതൊന്നുമല്ല, ഫ്രഷായിട്ട് തന്നെയുണ്ട്. പിന്നീട് ഞങ്ങൾ നോക്കിയത് ഓറഞ്ചാണ് കേട്ടോ. പിന്നെ അവധിയല്ലേ, പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വിശപ്പ് മാറ്റാൻ വിചാരിച്ചിട്ട് എപ്പോഴും സ്നാക്സ് കൊടുക്കുന്നത് എങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ പോയത് മാർക്കറ്റാണ് കേട്ടോ. മാർക്കറ്റ് മീൻസ് ഞങ്ങളുടെ ഫിഷ് മാർക്കറ്റിലേക്ക്. ഞങ്ങൾ സാധാരണ നമ്മുടെ പുറത്തുള്ള മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. ഇത് കണ്ടോ, ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയോ? ഞാൻ ആകെ ഇത് കണ്ടിട്ടുള്ള നമ്മുടെ കടൽപ്പുറത്ത് ശംഖ് എന്ന് പറയുന്നതിൻ്റെ തോടില്ലേ, അതാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു ജീവിയാണെന്നേ എനിക്കറിയത്തുള്ളായിരുന്നു. പക്ഷേ ഇത് കറി വെച്ച് കൂട്ടാൻ വെക്കാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അയണി എന്നാണ് അതിൻ്റെ പേരെന്ന് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. പിന്നെ കൊഞ്ചുണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് ജസ്റ്റ് വേറെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് പോകുന്നു കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര സെയിൽ, ഇഷ്ടം പോലെ ആൾക്കാരും. അപ്പോഴാണ് ഫ്രൈഡ് ചിക്കനൊക്കെ ഓഫറുള്ള കാര്യം നോക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ കപ്പയും മീനും, പാൽക്കപ്പ, ബീഫ് വരട്ട്, പിന്നെ ദം ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ദം ബിരിയാണി ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദം ബിരിയാണിയും ഫ്രൈഡ് ചിക്കൻ്റെ കോംബോ ഓഫറിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. അതിലൊരു 8-9 പീസ് കാണും. അപ്പം ഇന്ന് ഡിന്നറിന് അത് മതി. അപ്പോൾ പിന്നെ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അവർ അത്രയും നേരം ചാടി കൂടി മടുത്തു. അപ്പോൾ ബില്ലടിക്കാൻ ഇച്ചിരി ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ, ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ലുലുവിലൊക്കെ ആണെങ്കിൽ ഇപ്പം സെൽഫ് ബില്ലിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് തന്നെ അവിടെ ഇച്ചിരി ആൾ കുറവായിരിക്കും. നമുക്ക് തന്നെ സാധനങ്ങളുടെ പ്രൈസൊക്കെ അടിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം അതായിട്ടില്ല ഇതുവരെ.
അപ്പം സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ലോഡ് സാധനങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ പറക്കി വെച്ച് രാത്രിയായി. ഇനി നാളെ ഇനി ഡ്യൂട്ടി ഉണ്ട്. ഇറങ്ങിയപ്പം ചെന്നിട്ടൊരു സാമ്പാറൊക്കെ വെക്കണമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ സാമ്പാർ വെക്കാനുള്ള സമയമൊന്നുമില്ല, കഴിച്ചിട്ട് കിടക്കാനുള്ള സമയമുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇവർ അതിലെല്ലാം ഓടിച്ചാടി കളിച്ചിട്ട് വിശപ്പായി തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ചെന്നിട്ട് ഫുഡൊക്കെ എടുത്ത് തരാമെന്ന് സമാധാനിപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇളയാൾ പറയുന്നുണ്ട് അവൾക്ക് ജിലേബി വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പം പിന്നീടൊരു കാര്യം പറയുന്നത് ഇതാണ് ആൽക്കമൈൽ എന്ന് പറയുന്ന ഒരു തൈരാണ് കേട്ടോ. ഈ പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പുളിയുള്ള തൈര് തപ്പി ചിലർ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തൈര് നല്ല പുളിയുള്ളതാണ് കേട്ടോ. നമ്മുടെ മറ്റേ മസൂറിൻ്റെ തൈരൊന്നും അത്ര പുളിയില്ല, പക്ഷേ ഇത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയിട്ട് വരുവാണെങ്കിലോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുവാണെങ്കിലോ അന്നേരം തന്നെ അതിനകത്ത് ഡെപ്പയ്ക്കകത്തൊക്കെ പറക്കി ഇടണം കേട്ടോ. അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഈ കവറൊക്കെ അടുക്കി എവിടെയെങ്കിലും വെച്ച് കഴിയുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. പിള്ളേർക്ക് എപ്പോഴും സ്നാക്സ് കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം കുറച്ച് ക്യാഷും ഒക്കെ തീർന്നിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ബദാം ഉണ്ടായിരുന്നു. ബദാം ഞാൻ എപ്പോഴും രാത്രി എടുത്ത് വെള്ളത്തിൽ ഇട്ടിരിക്കും കേട്ടോ. എന്നിട്ട് രാവിലെ അമ്മ കുതിർന്ന് നല്ലോണം പീൽ ചെയ്തിട്ട് കൊടുക്കാമെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് കുറച്ച് സൺഫ്ലവർ സീഡാണ് കേട്ടോ. സൺഫ്ലവർ സീഡ് നമ്മുടെ ഇത് തൊലി ഇല്ലാത്തതാണ്. ആ തൊലിയോട് കൂടെയും കിട്ടും. നമുക്ക് വലിയവർക്ക് കഴിക്കുകയാണെങ്കിൽ തൊലിയോട് കൂടിയാണ് നല്ലത് കേട്ടോ. നല്ലൊരു സ്ട്രെസ് റിലീഫാണ് ഈ സൺഫ്ലവർ സീഡിൻ്റെ തൊലി വെച്ച് കഴിക്കുന്നത്. ഇത് നമ്മുടെ പംകിൻ സീഡാണ്. ഇത് രണ്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒത്തിരി മിതമായ അളവിൽ, ഒത്തിരി ആയിട്ടല്ല, മിതമായിട്ടുള്ള അളവിൽ. പൊതുവെ കുട്ടികൾക്ക് വാൾനട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടാറില്ല. അതൊരു ഡേറ്റ്സിനകത്തൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചവയ്ക്കാൻ പറയുവാണെങ്കിൽ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടും. ഇത് കുറച്ച് മാങ്ങയാണ്, കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. അച്ചാറിടാന്ന് പറഞ്ഞ് വാങ്ങിച്ചത് കേട്ടോ. എനിവേ ഞാൻ വന്നുള്ളത് തന്നെ അത് അച്ചാറിന് അരിഞ്ഞും വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് സോനാപ്പപ്പൊടിയാണ്. ഇതെനിക്ക് എന്നത്തെയും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയം തൊട്ടേ അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് കിട്ടിയ വലിയൊരു ബില്ലാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 20-500 ആയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പൈസ. ഏകദേശം നാട്ടിലെ ഒരു 5000-6000 രൂപയൊക്കെ റേഞ്ചൊക്കെ വരും കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു നെഞ്ചിരിപ്പാണ്, പക്ഷേ നമുക്ക് എങ്ങനെയും ജീവിക്കുമ്പോൾ അത്യാവശ്യ സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങിച്ചേ പറ്റൂ. പിന്നെ ഞങ്ങൾ ലിച്ചി വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അത് ആഗ്രഹം മൂത്തൊരു വന്നുടനെ തന്നെ പൊട്ടിച്ച് കഴിക്കാൻ നോക്കി. പക്ഷേ അത് ഓഫർ ആയിരുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്ര അങ്ങോട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ഇനി ലിച്ചിയുടെ ടേസ്റ്റ് ഇത് തന്നെയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും ഓഫർ അല്ലാതെ കിട്ടുന്ന ഒരു ലിച്ചി ഒരു പ്രാവശ്യം വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അറിയണമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. ഈ അഴുക്ക് ചുവ തന്നെയാണോ അതോ ഇത് അഴുക്കായതുകൊണ്ട് ഓഫറിൽ ഇട്ടാണോ എന്നറിയില്ല. എനിവേ ഇനി അങ്ങനെ വാങ്ങിച്ച് നോക്കാം. അപ്പം ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിള്ളേർക്കും എനിക്കും ഹസ്ബൻഡിനും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.